ഇത് കൊല്ലം അഞ്ചൽ സ്വദേശി വിനു. ജന്മന അരയ്ക്ക് താഴേക്ക് ചലനശേഷിയില്ലാത്ത വിനു കൂടുതൽ സമയവും വീൽചെയറിൽ തന്നെയാണ്. ജീവിതവീതിയിൽ പകുതിക്ക് വെച്ച് സ്വന്തം അച്ഛനും വിനുവിനെയും കുടുംബത്തെയും ഉപേക്ഷിച്ചു പോയി. തുടർന്ന് സഹോദരിയും അമ്മയും ഉൾപ്പെട്ട കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ വിനുവിൻ്റെ ചുമലിലേക്കെത്തി. കുടുംബം പോറ്റാനായി തൻ്റെ പരിമിതികൾക്കുള്ളിൽ ചെയ്യാവുന്ന ജോലി എന്തെന്നുള്ള തിരച്ചിലാണ് വിനുവിനെ കടലാസ് പേനകൾ എന്ന ആശയത്തിലേക്ക് എത്തിച്ചത്. കടലാസ് പേനകൾ എന്നാൽ സാധാരണ പ്ലാസ്റ്റിക് പേനകളിൽ നിന്ന് വ്യത്യസ്തമായി പൂർണ്ണമായും കടലാസ് കൊണ്ട് നിർമ്മിക്കുന്ന പേനകൾ. പേനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ബോഡിയും ക്യാപ്പും പേപ്പറാണ്. വിനു തയ്യാറാക്കുന്ന കടലാസ് പേനകൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവയുടെ മുകൾ ഭാഗത്ത് കുറച്ച് പച്ചക്കറി വിത്തുകൾ ഒളിപ്പിച്ച് വയ്ക്കാനും വിനു മറന്നിട്ടില്ല. അതുകൊണ്ട് ഉപയോഗശേഷം ഈ കടലാസ് പേനകൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞാൽ ഈ വിത്തുകൾ മണ്ണിൽ കിടന്ന് മുളയ്ക്കുകയും ജീർണിച്ച് മണ്ണിൽ അലിയുന്ന കടലാസുകൾ ഇവയ്ക്ക് വളമാവുകയും ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ പുറവശം ഒരു വിത്ത് വരുന്നുണ്ട്. അത് നമ്മൾ പച്ചക്കറി വിത്ത്, പിന്നെ പഴവർഗ്ഗങ്ങളുടെ, പിന്നെ മരത്തിൻ്റെ വിത്തും വരുന്നുണ്ട്. അത് ചില പ്രത്യേകതരം മരങ്ങളുടെ വിത്ത് വരുന്നുണ്ട്. അത് നമ്മുടെ പ്രകൃതിക്കൊരു ദോഷം ചെയ്യാത്തൊരു പേനയാണിത്. അതായത് തികച്ചും പേപ്പർ കൊണ്ടുള്ള ഒരു പേനയുടെ 95% ഭാഗവും കടലാസുകൾ കൊണ്ട് തയ്യാറാക്കുന്നു. ഇതിൽ പ്ലാസ്റ്റിക് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന റീഫില്ലർ മാത്രമാണ്. 5% മാത്രം പ്ലാസ്റ്റിക് ഉള്ളൂ. അത് ഈ പേന ഒരു തവണ വൺ ടൈം യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് ഡിസ്പോസ് ചെയ്യുക. അപ്പോൾ ഡിസ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ മണ്ണിൽ കിടന്ന് ഈ പേപ്പർ ദ്രവിച്ചിട്ട് ഈ വിത്ത് മണ്ണിലിറങ്ങി അതൊരു സസ്യവും അത് പ്രകൃതിക്ക് ഒരു ഗുണമാവുകയും ചെയ്യും. അത് പ്രകൃതിക്കൊരു ദോഷം ചെയ്യാത്തൊരു പേനയാണ്. ഇത്തരം പേനകൾ ഉപയോഗിച്ചാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പ്ലാസ്റ്റിക് പേനകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് പേനകൾ പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ അവ ഡീകമ്പോസ് ചെയ്യപ്പെടാതെ കിടക്കുന്നു. എന്നാൽ ഇത്തരം കടലാസ് പേനകൾ ഉപയോഗിച്ചാൽ അവ പ്രകൃതിക്ക് ഒരു കോട്ടവും വരുത്തുന്നില്ല. ഒരു ദിവസം 50 പേനകൾ ചെയ്യും. പിന്നെ ശാരീരികമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ കാണും. ഒരു ദിവസം 50 പേനയൊക്കെ മാക്സിമം ചെയ്യും. ഒരു പേന 8 രൂപ. പിന്നെ ബൾക്കായിട്ടുള്ള ഓർഡർ വന്നെങ്കിൽ അത് വില കുറച്ചിട്ട് 1 രൂപ 2 രൂപ കുറച്ചിട്ട് അവർ പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ കമ്പനിയുടെ സ്റ്റിക്കർ ചെയ്ത് കൊടുക്കും. അവർ പറയും അവരുടെ ചില ബർത്ത്ഡേക്ക് അല്ലാതെ ഈ പാല് കാച്ച് അങ്ങനെയൊക്കെ ഉള്ള കല്യാണം അങ്ങനെയൊക്കെ ഉള്ള ഓരോ ചടങ്ങുകൾ വരുമ്പോഴത്തേക്ക് അവരുടെ പറഞ്ഞ മാറ്റർ നമ്മൾ പ്രിൻ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിന് 1 രൂപ ഈടാക്കും. നമ്മളെ ഈ സാധാരണ സ്റ്റിക്കർ, ഈ നെയിൽ സ്ലിപ്പ് പോലത്തെ സ്റ്റിക്കർ ഇതിൻ്റെ ആ സൈസിൽ അടിച്ച് അത് ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ മൊബൈലിൽ ഡിസൈൻ ചെയ്തിട്ട് അവർക്ക് കടയിലുള്ളവർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവരത് റെഡിയാക്കി തരും. ഞങ്ങൾ കേരളത്തിൽ പല ജില്ലയിൽ 11ഓളം പേരുണ്ട് മൊത്തത്തിൽ ആ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ 11 പേരും കൂടെ ചേർന്ന് കൂട്ടായ്മയാണ് കടലാസ് പേനകൾ. അത് ഞങ്ങൾക്കൊരു ഫേസ്ബുക്ക് പേജുണ്ട്, കടലാസ് പേനകൾ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് പേജുണ്ട്. അതിൽ ഞങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾ ഓരോ ജില്ലയിൽ സ്ഥലത്തുള്ളവരെ കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ അതനുസരിച്ചുള്ള ഇത് എത്തിച്ചു കൊടുക്കും, പേന എത്തിച്ചു കൊടുക്കും. വിനു നിർമ്മിച്ചെടുക്കുന്ന കടലാസ് പേനകൾ ഉപയോഗിച്ചാൽ രണ്ടുണ്ട് പ്രയോജനങ്ങൾ. നാം ജീവിക്കുന്ന പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ പങ്കാളിയാകുന്നതോടൊപ്പം കുടുംബം പോറ്റാൻ പെടാപ്പാടുപെടുന്ന വിനുവിനും അതൊരു കൈത്താങ്ങാകും. ജന്മന ഉള്ളതാണ്. ലോക്കോമോട്ടോ ഡിസബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഡിസബിലിറ്റി, അരയ്ക്ക് താഴ്വശം ചലനശേഷി കുറവായി. പിന്നെ അല്ലാതെ ചില വൈകല്യങ്ങളുണ്ട്. യൂറിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ അല്ലാതെ എനിക്കിപ്പം ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇരിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നടുവിന് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. പിന്നെ അത് നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യം, നമ്മുടെ ഒരു തൊഴിൽ അത് എങ്ങനെ ചെയ്യാൻ, എന്ത് ബുദ്ധിമുട്ടായാലും ചെയ്യാന്നുള്ള. വീട്ടിൽ അമ്മയും സഹോദരിയും ഉണ്ട്. എനിക്കിപ്പം 31 വയസ്സുണ്ട്. ഞാൻ 10 വരെ പഠിച്ചു. പിന്നെ എനിക്ക് 5 വരെ ഞാൻ പോയി ആദ്യം. അപ്പോഴേ എനിക്ക് ഈ യൂറിന് അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് കൊണ്ടുപോകാനും വരാനും ബുദ്ധിമുട്ടായതുകൊണ്ട് ടീച്ചേഴ്സ് പറഞ്ഞു വീട്ടിൽ തന്നെ ഇരുന്ന് പഠിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിച്ച് പിന്നെ ഈ സാക്ഷരതാ മിഷൻ്റെ എക്സാം പാസ്സായി. അഞ്ചൽ വെസ്റ്റിൽ വെച്ചിട്ട് എഴുതി പാസ്സായി. വിനു നിർമ്മിക്കുന്ന കടലാസ് പേനകൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ 8304095974 എന്ന നമ്പറിൽ ബന്ധപ്പെടാം.
ഇനി അഥവാ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊന്നുണ്ട്. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ ആ ഒരു ഷെയറിലൂടെ ഈ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും വിനുവിനെ തേടിയെത്തും, അത് ഉറപ്പാണ്. ഞങ്ങളെ കടലാസ് പേനയെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെപ്പോലുള്ളവരെ പൊതുവേ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരാണ്, പക്ഷേ ഞങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ സഹായം ഞങ്ങളെപ്പോലുള്ളവർക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഞങ്ങളുടെ പേനകൾ മാക്സിമം വാങ്ങിക്കുക. പ്രകൃതിക്കും അതൊരു ഗുണമാണ്.